നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് ഇത്തവണയും പൂരവിളംബരത്തിനെത്തുന്നത് എറണാകുളം ശിവകുമാറാണ്. മെയ് 5-നാണ് പൂരവിളംബരം നടക്കുക. MS ലിഷോയ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, പൂരവിളംബരത്തോടെയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. മെയ് 6-നാണ് അതിപ്രസിദ്ധമായ തൃശൂർ പൂരം. കഴിഞ്ഞ തവണയും എറണാകുളം ശിവകുമാർ തന്നെയാണ് ഈ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി പൂരവിളംബരത്തിനെത്തിയത്. ഇത്തവണയും ശിവകുമാർ തന്നെയാണ്. എപ്പോഴായിരുന്നു തീരുമാനം? ഇന്ന് നടന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ യോഗത്തിലാണ് തീരുമാനം. തൃശൂർ പൂരത്തിന് ഇത്തവണയും പൂര വിളംബരം നടത്തുന്നതിന് വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാർ തന്നെ ആയിരിക്കും ആ ചടങ്ങിന് നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് ഈ ബോർഡിന്റെ തീരുമാനം. ഈ കഴിഞ്ഞ തവണയും എറണാകുളം ശിവകുമാർ തന്നെയായിരുന്നു. തുടർച്ചയായി 5 വർഷത്തിലധികമായി എറണാകുളം ശിവകുമാറാണ് ഈ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തൃശൂർ പൂരത്തിന്റെ വിളംബരം നടത്താറുള്ളത്. തെക്കേ ഗോപുരനട കണിമംഗലം ശാസ്താവിന് കയറി വരുന്നതിന് വേണ്ടി തെക്കേ ഗോപുരനട തുറന്ന് അതിനോടൊപ്പം തന്നെ തൃശൂർ പൂരത്തിന്റെ വിളംബരം അത് നിലപാട് തറയിലെത്തി അറിയിക്കുക, അതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അത് ഈ തൃശൂർ പൂരത്തിന്റെ തൊട്ട് തലേ ദിവസം, അതായത് മെയ് 6-നാണ് തൃശൂർ പൂരം. 5-ാം തീയതി രാവിലെയാണ് ഈ ചടങ്ങ് ആരംഭിക്കുക. നെയ്തലക്കാവിൽ നിന്ന് ഈ ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് നടന്ന് നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലൂടെ കയറി തെക്കേ നടയിലൂടെ ഇറങ്ങുകയാണ് ഈ ഒരു ചടങ്ങിന്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ചടങ്ങ് എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണയും ദേവസ്വം കൊമ്പൻ എറണാകുളം ശിവകുമാർ തന്നെയാണ് നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി തെക്കേ ഗോപുര നട തുറന്ന് പൂര വിളംബരം നടത്തുക.